everyone, welcome to Mark Room. നമ്മുടെ USS എക്സാമിന് പൊതുവായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യമാണ് ഡെസിമൽ നമ്പേഴ്സിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചോദ്യം വന്നാൽ മക്കൾ എന്താ ചെയ്യുക? വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഡെസിമൽ നമ്പറിന് ശേഷം എത്ര നമ്പർ ഉണ്ട് എന്ന് നോക്കുക. ഇവിടെ മുകളിൽ ഡെസിമൽ നമ്പറിന് ശേഷം 3 നമ്പറുകളാണ് ഉള്ളത്. അതേപോലെ താഴത്തോ ഡെസിമൽ നമ്പറിന് ശേഷം 5 നമ്പർ ഉണ്ട്. അതായത് താഴെ ഡെസിമൽ നമ്പറിന് ശേഷം 5ഉം മുകളിൽ 3ഉം. അപ്പോൾ ഇവരെ ഈക്വൽ ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇവിടെ 2 0 എക്സ്ട്രാ കൊടുക്കുകയാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? മുകളിലും താഴത്തും ഒരേ നമ്പറാണ് ഡെസിമൽ നമ്പേഴ്സിന് ശേഷം വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമലിനെ എടുത്ത് ഒഴിവാക്കാം. അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 26740 മുകളിലും താഴത്ത് 2674 മാത്രവും. ഇതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. ഇത് എത്രയാണ്? 100 എന്ന് ഉത്തരം വരും. വളരെ എളുപ്പമാണ്. ഇതേപോലെ ഒരു ചോദ്യം ഒന്നുകൂടെ ചെയ്തു നോക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പൊതുവെ കാണുന്നതാണ്. 1.2 × 3.2 ഡിവൈഡഡ് ബൈ 0.6 × 0.08. ഇവിടെ ഇതേപോലെ തന്നെ മുകളിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കുക. ഡെസിമലിന് ശേഷം 1 2 നമ്പേഴ്സ്, താഴത്തോ 1 2 3. അതായത് മുകളിൽ ഒരു നമ്പറിന്റെ കുറവുണ്ട്. അത് നമ്മളിവിടെ 0 ആയിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മുകളിലും താഴത്തും തുല്യമായ സ്ഥിതിക്ക് ഡെസിമലിനെ ഒഴിവാക്കി 12 × 32 ഡിവൈഡഡ് ബൈ 6 × 8 എന്ന് എഴുതാം. ഇത് സിമ്പിളായിട്ട് വെട്ടിപ്പോകും. ബാക്കി എന്ത് വരും? 80 എന്ന് ഉത്തരം വരും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം തരുവാണ്. ഇതിൻ്റെ ഉത്തരം എത്ര വരും എന്ന് കൃത്യമായിട്ട് താഴെ കമൻ്റ് ആയിട്ട് പറയാം.